വി.കെ. അധ്യക്ഷനും തമിഴ് സൂപ്പർ താരവുമായ വിജയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് CBI വിജയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി ഒപ്പിട്ട് വാങ്ങുന്നതിന് മുന്നോടിയായി അഭിഭാഷകൻ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ അർജുൻ പീതാംബരം ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അർജുൻ, 5 മണിക്കൂറോളം ചോദ്യങ്ങൾ ഉണ്ടായി. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കാം പ്രതീക്ഷിക്കേണ്ടത് അർജുൻ? പ്രജേഷ്, 4 മണിക്കൂർ നേരമാണ് വിജയെ CBI ചോദ്യം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തത്. ഇപ്പോൾ എന്തായാലും ആ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്, മൊഴി അത് ഒപ്പിട്ട് വാങ്ങുന്നതിന് മുൻപ് ഇപ്പോൾ എന്തായാലും അഭിഭാഷകർ പരിശോധിക്കുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം തന്നെ മൊഴി ഒപ്പിട്ട് വാങ്ങിയ ശേഷമായിരിക്കും വിജയ് പുറത്തേക്ക് ഇറങ്ങുക. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം വിജയ് ഈ CBI ആസ്ഥാനം വിട്ട് പുറത്തേക്ക് വരുമെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ചില ചോദ്യങ്ങൾ വിജയ്ക്ക് മുൻപാകെ CBI വെച്ചിരുന്നു. അത് അദ്ദേഹം ഈ റാലിക്ക് എത്താൻ വൈകിയ കാര്യങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടാണ്. അതായത് 7 മണിക്കൂർ വൈകിയാണ് കരൂരിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്നു. ആ അപകടം ഉണ്ടായിട്ടും അദ്ദേഹം അവിടെ തുടർന്നു. അതായത് ഈ കാരവൻ ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ തുടർന്നു. പിന്നീട് വൈദ്യസഹായം അടക്കം എത്തുന്നതിൽ വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ തന്നെ വിജയ് ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത്? ഒപ്പം തന്നെ ഈ കരൂരിൽ വേദി നിശ്ചയിച്ചത് ആരാണ്? അതിനാരൊക്കെയാണ് അനുമതി നൽകിയത്? എങ്ങനെയാണ് അനുമതി തേടിയത്? ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിൽ സുരക്ഷാ വിന്യാസം ഉണ്ടായി? അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ വിജയ്ക്ക് മുൻപാകെ വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും 3 ചോദ്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു CBIയുടെ ചോദ്യം ചെയ്യൽ, ഈ മൊഴിയെടുക്കൽ. അത് ഒന്ന്, വിജയ് എത്താൻ വൈകിയ കാര്യം അത് മുന്നോട്ട് വെച്ച് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ആളുകളുടെ ഇടയിലേക്ക് കാരവനുമായി പോയി ഒരുപാട് നേരം അവിടെ ചെലവിട്ടതും ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം, അതായത് ആൾക്കാർ കുഴഞ്ഞു വീഴുന്നത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് വിജയ് അവിടെ നിന്ന് മടങ്ങുന്നത് വലിയ തോതിൽ വൈകി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു CBIയുടെ മൊഴിയെടുക്കൽ അത് പുരോഗമിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം വിജയ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ TVKയുടെ മറ്റ് ഭാരവാഹികളും ഈ CBI ആസ്ഥാനത്ത് എത്തിയിരുന്നു. പക്ഷേ വിജയ് മാത്രമായിരുന്നു ചോദ്യം ചെയ്യുന്ന മൊഴിയെടുക്കുന്ന മുറിക്കകത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ CBIയുടെ മൊഴിയെടുക്കൽ ഇന്നത്തോടെ തീരുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് ഇവിടെ ഡൽഹിയിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തെങ്കിലും തരത്തിൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിന് വേണ്ടി വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തേണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഡൽഹിയിൽ തന്നെ തുടരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഡൽഹി തന്നെ വിജയ് തുടരും. പക്ഷേ ഇന്നത്തെ പോലെ ആ ഒരു മൊഴിയെടുപ്പ് നടപടികളൊന്നും തന്നെ നാളെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ CBI വൃത്തങ്ങളിൽ നിന്നും പിന്നിലെ സുരക്ഷാ വീഴ്ച, സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ചൊക്കെ ഉണ്ടായിട്ടുള്ള പിഴവുകൾ സംബന്ധിച്ചൊക്കെയാണ് പരിശോധിക്കാനുള്ള CBIയുടെ ഈ ഘട്ടത്തിലെ മറ്റ് നടപടികളെന്നാണ് ഈ നമ്മൾ പറഞ്ഞു കേട്ടത്. ആ രീതിയിലേക്ക് അന്വേഷണം പോവുകയും ചെയ്തു. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ തേടൽ, ഡൽഹിയിൽ തുടരാൻ പറയുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ഇനി സാധ്യതകൾ CBIക്ക് മുന്നിൽ ഉണ്ടോ? അത്തരത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. ഇന്നത്തെ മൊഴിയെടുക്കലിന് കൂടുതലായി എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിജയുടെ അടക്കം മൊഴി കൂടി ചേർത്തിട്ടാണ് ഈ കേസിൽ CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് എന്തായാലും അദ്ദേഹത്തോട് ഡൽഹിയിൽ തന്നെ തുടരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. TVK ആദ്യഘട്ടം മുതൽ ഒരു ഗൂഢാലോചന സ്വഭാവമുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കരൂർ ദുരന്തത്തിന് പിന്നിൽ ആരോപിച്ചിരിക്കുന്നത്. ആ തരത്തിൽ തന്നെ CBIയുടെ അന്വേഷണം പോകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന എന്നുള്ള തരത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വരും എന്നുള്ള ഒരു കാര്യമാണോ അതാണ് ഇനി അറിയാനുള്ളത്. അക്കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിലിപ്പോൾ ഈ TVKയുടെ തന്നെ മറ്റ് ഭാരവാഹികളുടെ മൊഴി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഈ കരൂരിൽ ആ സമയത്ത് ഈ ദുരന്തം അതുപോലെ പരിപാടിയെല്ലാം തന്നെ സംഭവിക്കുന്ന ആ ഒരു സമയത്ത് വിന്യസിച്ചിരുന്ന പോലീസ്, അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം മൊഴിയെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കരൂർ ദുരന്ത സമയത്ത് തമിഴ്നാട്ടിലെ ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന ഇപ്പോഴത്തെ അവിടെ ഉള്ള സായുധ പോലീസിൻ്റെ DGP കൂടിയായിട്ടുള്ള വ്യക്തിയെ ഇവിടെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് പക്ഷേ DMK ചില ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ നടന്ന സംഭവം, അതിന് വിജയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് BJPക്ക് TVK വിജയെ NDA സഖ്യത്തിനൊപ്പം കൂട്ടാൻ വേണ്ടിയുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങളാണ് എന്നുള്ള കാര്യത്തിലടക്കമാണ് DMKയുടെ ആരോപണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ പീതാംബരൻ തത്സമയ വിവരങ്ങൾ നൽകിയായിരുന്നു. അങ്ങനെ വിജയ് 4 മണിക്കൂറിലേറെയായി CBI ചോദ്യം ചെയ്തിരിക്കുന്നു.